പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെ MSF മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി VA വഹാബ് ഫാത്തിമ തെഹ്ലിയെയും മുഫീദ തസ്നിയെയും PK നവാസിന്റെ പച്ചമാംസം കൊത്തിവലിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം. ഹരിത വിവാദത്തിൽ നേതാക്കളുടെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു പാർട്ടിയിൽ കയറിയതിനു ശേഷം വീണ്ടും നവാസിനെ വേട്ടയാടുന്നെന്നും ആരോപണം. ഗോകുൽ K വേണുഗോപാലാണ് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുലെ, ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഈ മട്ടിലുള്ള വിമർശനവും വരുന്നത്. എന്താണ് സൂചിപ്പിക്കുന്നത്? അനൂപ് ക്രിസ്ത്യനെ നമുക്കറിയാം, മുസ്ലിം ലീഗിനെ പോലും ഒരു കാലത്ത് വലിയ വിവാദത്തിലേക്ക് വലിച്ചിഴച്ച വിഷയമായിരുന്നു ഹരിത വിവാദം. അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗകത്ത് പാർട്ടിക്കകത്ത് പരാതി നൽകുകയും പരാതി നൽകിയ ആളുകൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുകയും പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടുകയും പുറത്താക്കിയ ആളുകളെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാലും ആ പ്രശ്നം അവസാനിച്ച 5 വർഷങ്ങൾക്ക് ശേഷവും ആ വിഷയം വീണ്ടും വിവാദമാക്കാൻ ശ്രമിക്കുകയാണ് മുൻ ഹരിത നേതാക്കൾ എന്ന ആരോപണമാണ് ഇപ്പോൾ MSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വഹാബ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയൊക്കെയായിരുന്നു നേരത്തെ ഈ ഹരിത വിവാദത്തിന്റെ അല്ലെങ്കിൽ ഹരിതയുടെ സംഘടനയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളതായിട്ടുള്ള ആളുകൾ. അവരിപ്പോഴും MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാനമായിട്ടുള്ള പോസ്റ്റ്. ഫാത്തിമ തെഹ്ലിയും മുഫീദ തസ്നിയും ആ വിഷയം വീണ്ടും ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നു. മുഫീദ തസ്നി, അത് പേരാമ്പ്രയിലെ തന്നെ PK നവാസ് മത്സരിക്കുന്ന താനൂരിലെ തന്നെ വോട്ടറോട് ഹരിത വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉള്ളതാണെങ്കിലും അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമാക്കിയതാണല്ലോ എന്ന രീതിയിൽ ആ വിഷയം ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഫാത്തിമ തെഹ്ലിയ ഹരിത വിവാദത്തിൽ താൻ ഉയർത്തിയ വിഷയത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോയിട്ടില്ല, ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിലും ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് നടത്തിയത്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് ഉയർത്തിയതിന് മറ്റ് മാനദണ്ഡങ്ങളുണ്ട്, മറ്റു മാനങ്ങളുണ്ട് എന്ന വിമർശനമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ സഹപ്രവർത്തകന്റെ മാംസം കൊത്തിവലിക്കുന്നതിന് തുല്യമാണ് എന്നതുൾപ്പെടെയുള്ള രൂക്ഷമായ വിമർശനമാണ്. നികുത്ത മനസ്സുകൾക്ക് കാലം മാപ്പ് രൂക്ഷ വിമർശനങ്ങളാണ് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉയർത്തുന്നത്. ഗോകുൽ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.